മേപ്പാടിയിലെ ക്യാമ്പിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഗവർണറും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അവിടെ സ്കൂൾ ഇരുന്ന ഇടത്തെത്തിയപ്പോൾ പ്രധാനമന്ത്രി ആദ്യം ചോദിച്ചത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഇനി എങ്ങനെയാണ് ഒരുങ്ങുക, ഇവിടെ എല്ലാം തകർന്നു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി ചോദിച്ചത്. ദുരിതാശ്വാസ ക്യാമ്പിൽ വിദ്യാർത്ഥികളുണ്ട്, അവരുമായി പ്രധാനമന്ത്രി നേരിട്ട് സംവദിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. അവിടെയുള്ള കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്ക് നാളത്തെ പൗരന്മാരായ അവർക്കുള്ള ആശ്വാസം, അതാണ് നമ്മൾ ആദ്യം നൽകേണ്ടത്. മുതിർന്നവർ ഈ നഷ്ടത്തെയൊക്കെ അതിജീവിക്കും, പക്ഷേ ഈ ദുരന്തമെല്ലാം നേരിട്ട് കണ്ട, എല്ലാം നഷ്ടപ്പെട്ട, ഉറ്റവരെയും കയ്യിലുണ്ടായിരുന്നതും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്കൊപ്പം കഴിയുന്ന ആ കുഞ്ഞുങ്ങളിലേക്കാണ് അദ്ദേഹം ശ്രദ്ധയൂന്നുന്നത്. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ദുരന്തം നേരിട്ട് കണ്ടറിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ക്യാമ്പിലേക്ക് എത്തുകയാണ്. ക്യാമ്പിലുള്ള മനുഷ്യരെ നേരിട്ട് കാണുന്നതിന്, അവിടെയുള്ള വിദ്യാർത്ഥികളെ, അവിടെയുള്ള മറ്റു മനുഷ്യരെ, അവരെ നേരിട്ട് കാണുന്നതിനായാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മേപ്പാടിയിലെ സെന്റ് ജോസഫ് സ്കൂൾ ക്യാമ്പിലേക്ക് എത്തുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദുരന്ത മേഖലയിൽ നടന്നു നീങ്ങുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. 1 കിലോമീറ്ററോളം പ്രദേശം നേരിട്ട് കണ്ടറിഞ്ഞ് അവിടെ നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ച് എത്ര ഇടങ്ങളിൽ എത്രമാത്രമാണ് നാശനഷ്ടമുണ്ടായതെന്ന് നേരിട്ട് കണ്ടറിയുന്ന ഒരു പ്രധാനമന്ത്രിയെയാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടത്. ഈ ദുരന്തം അത് ഏറ്റുവാങ്ങിയത് തൻ്റെ സഹോദരങ്ങളാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ദുരന്ത മേഖലയിൽ നിൽക്കുന്നത്. അവിടെ നിന്ന് ക്യാമ്പിലേക്ക് എത്തുമ്പോൾ ദുരന്തബാധിതരായ മനുഷ്യർക്ക് ആശ്വാസം നൽകേണ്ടതിൻ്റെ, അവരെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് അവിടെ വിദ്യാർത്ഥികളോട് സംവദിക്കാൻ പോകുന്നു, അവിടെയുള്ള മനുഷ്യരോട് സംവദിക്കാൻ പോകുന്നു. മേപ്പാടിയിലെ സെന്റ് ജോസഫ്സ് ക്യാമ്പിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ഉണ്ട്. VS രഞ്ജിത്ത്, വിദ്യാർത്ഥികളെക്കുറിച്ച് പ്രത്യേകം എടുത്തു ചോദിക്കുന്ന, അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന, അവരെ കാണാനായി അവർക്കടുത്തേക്ക്, അവന്തികയ്ക്കടുത്തേക്ക് പോകണമെന്ന് പറയുന്ന പ്രധാനമന്ത്രി ഓരോന്നും ചോദിച്ചറിഞ്ഞ് ആളുകൾക്കിടയിലേക്ക് അവർക്ക് സാന്ത്വനമേകേണ്ടത് എങ്ങനെ, അവർക്കേറ്റ മുറിവിൻ്റെ ആഴം എത്രയെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന നീക്കങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും സുജയ, ഈ സെന്റ് ജോൺസ് സ്കൂളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള താമസിക്കുന്ന ആളുകളിൽ ഇതുപോലെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ധാരാളം ആളുകളുണ്ട്. നമ്മൾ ഈ ക്യാമ്പുകളിൽ നിന്നുള്ള വിവരം പൂർണ്ണമായി എടുക്കുമ്പോൾ 7 കുട്ടികളാണ് അവർക്ക് പൂർണ്ണമായും അനാഥരായിട്ടുള്ളത്. ഈ 7 കുട്ടികളുടെ വിവരങ്ങൾ സർക്കാർ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല എങ്കിൽ കൂടി ഈ 7 കുട്ടികൾ പൂർണ്ണമായി അനാഥരാണ് എന്നൊരു കണക്ക് റവന്യൂ വകുപ്പിൻ്റെ കയ്യിലുണ്ട്. അതിൽ പലരും ഈ സെന്റ് ജോൺസ് സ്കൂളിലുണ്ട് എന്നുള്ളതാണ്. അവരെ ഒരുപക്ഷെ നരേന്ദ്രമോദി നേരിട്ട് കണ്ടേക്കാം. അദ്ദേഹത്തിന്റെ ആശങ്ക പ്രകടിപ്പിക്കുന്നതും ഈ അനാഥരാക്കപ്പെട്ട കുട്ടികളെ കുറിച്ചാണ്. മാത്രവുമല്ല, ഈ ക്യാമ്പിൽ താമസിക്കുന്ന മനുഷ്യർ, അവരുടെ ആവലാതികൾ വളരെ വലുതാണ്. അവർ പുനരധിവസിപ്പിക്കുന്നതിനെ കുറിച്ച്, അവർ ഈ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അധികം താമസിയാതെ അവർക്ക് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. അവർക്കൊരു വാടക വീട് ഒരുക്കേണ്ടതുണ്ട്. ആ വാടക വീട്ടിൽ നിന്ന് അവർക്ക് എത്ര കാലം കൊണ്ട് പുതിയൊരു വീട്ടിലേക്ക് മാറാൻ സാധിക്കും? ഇത്തരത്തിലുള്ള ആശങ്കകൾ പേർ ജീവിക്കുന്ന ഒരുപറ്റം മനുഷ്യർക്കിടയിലേക്കാണ് ഇപ്പോൾ നരേന്ദ്രമോദി നടന്നെത്തുന്നത്. അദ്ദേഹം സഞ്ചരിച്ചെത്തുന്നത് സ്വാഭാവികമായിട്ടും ദുരന്ത ഭൂമിയിൽ കണ്ട കാഴ്ചകളേക്കാൾ അദ്ദേഹത്തെ വേദനിപ്പിക്കുക ഈ മനുഷ്യരുടെ അനുഭവങ്ങളായിരിക്കും. കാരണം ദുരന്ത ഭൂമിയിൽ അദ്ദേഹത്തിന് കുറേ കല്ലും മണ്ണും മാത്രമാണ് കാണാൻ സാധിക്കുക. ഈ ക്യാമ്പിലെത്തുമ്പോൾ അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് പച്ചയായ മനുഷ്യരോടാണ്, ഈ കാഴ്ചകൾ കണ്ടവരോടാണ്, സർവസ്വവും നഷ്ടപ്പെട്ടവരോടാണ്. അങ്ങനെ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ തീവ്രത അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. മരണം വെറും കൈയോടെ ഇറക്കി വിട്ടവർക്ക് ജീവിതം തിരിച്ചുപിടിക്കാൻ കുറേ ആശങ്കകളുമായിട്ട് ഈ ക്യാമ്പിൽ കഴിയുന്നു. അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഇതാ ഒരാൾ എത്തുന്നു എന്നൊരാശ്വാസമായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്കുണ്ടാവുക. അവർക്കിടയിലേക്ക് അവരുടെ വ്യസനങ്ങൾ അറിയാൻ, സങ്കടങ്ങൾ അറിയാൻ, അത് നേരിട്ട് മനസ്സിലാക്കാൻ നരേന്ദ്രമോദി എത്തുന്നു. സെന്റ് ജോൺസ് സ്കൂളിൽ മാത്രമാണ് അദ്ദേഹം എത്തുന്നതെങ്കിൽ കൂടി അവിടെ നിന്ന് സംസാരിക്കുന്ന മനുഷ്യർ, അവിടെ താമസിക്കുന്ന ആളുകൾ, ഇവിടെ 37 ക്യാമ്പുകളിൽ താമസിക്കുന്ന മറ്റ് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പുഞ്ചിരിമറ്റത്തെയും മനുഷ്യരുടെ എല്ലാം വ്യസനങ്ങളുടെ പ്രതിനിധികളായിരിക്കും. അവരോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വിംസ് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടാവുന്നതും ഇതുപോലെ ദുരന്തത്തിൽ പരിക്കേറ്റ 4 പേരാണ്. അവരോടും നരേന്ദ്രമോദി സംസാരിക്കും. പക്ഷേ നമുക്കിപ്പോൾ സമയത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതുണ്ട്. നരേന്ദ്രമോദി നേരത്തെ പോകാൻ നിശ്ചയിച്ച സമയമാണെങ്കിൽ അത് 3:15 3:15 സമയത്തിന് അദ്ദേഹത്തിന് ഇറങ്ങണമെങ്കിൽ ഇനി അദ്ദേഹം വിംസ് ആശുപത്രിയിലേക്ക് പോകുന്നുണ്ടോ എന്നറിയണം. കാരണം കൽപ്പറ്റയിലാണ് മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായിട്ടും ജില്ലാ ഭരണകൂടവുമായിട്ടുള്ള കൂടിക്കാഴ്ചയുള്ളത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച
കൂടിക്കാഴ്ച നടത്തി ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വീഡിയോ പ്രദർശനം കണ്ട് അദ്ദേഹത്തിന് എത്ര വേഗത്തിൽ മടങ്ങിപ്പോകാൻ സാധിക്കുമെന്നറിയില്ല. ഇനി അതല്ല, ഈ ദുരന്തമുഖത്തെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പ്ലാൻ, അദ്ദേഹം ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്ലാൻ കുറച്ചധികം മുന്നോട്ട് നീക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. 3:30 കൂടിയെങ്കിലും അദ്ദേഹത്തിന് ഇവിടുന്ന് മടങ്ങണമെങ്കിൽ ഇപ്പോൾ ഈ ക്യാമ്പിൽ നിന്നിറങ്ങി വിംസ് ആശുപത്രിയിൽ കയറി ഏകദേശം 3 മണിയാകുമ്പോഴേക്കെങ്കിലും അദ്ദേഹത്തിന് ഈ കളക്ടറേറ്റിലേക്ക് എത്തണം. ഒരു 15 മിനിറ്റെങ്കിലും ഇവിടെ യോഗം ചേർന്ന് ആ 15 മിനിറ്റിന് ശേഷം ഈ കൽപ്പറ്റ ഗ്രൗണ്ട് ഏറ്റവും അടുത്താണ്, കളക്ടറേറ്റിനോട് ചേർന്നാണ് കൽപ്പറ്റ ഗ്രൗണ്ട് ഉള്ളത്, അവിടെ നിന്ന് മടങ്ങിപ്പോവേണ്ടിയിരിക്കുന്നു. ഏതായാലും അദ്ദേഹം വിശദമായി തന്നെ എല്ലായിടത്തും ചെലവഴിച്ചു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഒരു ഓട്ടപ്രദർശനത്തിന് നിൽക്കാതെ ആദ്യം ആകാശ നിരീക്ഷണം, അതിനുശേഷം ബെയിലി പാലത്തിന് സമീപത്തെത്തുന്നു, വെള്ളാർമല സ്കൂളിൻ്റെ ഭാഗത്തെത്തുന്നു. അവിടെ നിന്ന് വിശദമായി കരസേനാ അംഗങ്ങളോടും നാട്ടുകാരോടും ജില്ലാ കളക്ടറോടുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ക്യാമ്പിലേക്ക് എത്തുന്നത്. ക്യാമ്പിലെത്തുമ്പോഴും അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് കാണും, അവരെ കേൾക്കും, അവരിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. അതിനുശേഷം മാത്രമായിരിക്കും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുക. അതിനുശേഷം അദ്ദേഹം വിംസ് ആശുപത്രിയിലേക്ക് എത്തുമെന്നുള്ളതാണ് നിലവിലെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നിലവിലെ ഷെഡ്യൂൾ അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട സമയത്തിനകം അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ പറ്റില്ല എന്നൊരാശങ്ക അത് നമുക്കുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സമയം SPG നീട്ടുമോ, അദ്ദേഹത്തിന് ചാർട്ടേഡ് ഫ്ലൈറ്റിൻ്റെ സമയം കണ്ണൂരിൽ നിന്ന് നീട്ടി നൽകുമോ, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. എങ്കിൽ കൂടി സെൻറ് ജോസഫ് ക്യാമ്പിലെത്തുന്ന അദ്ദേഹം അവിടുത്തെ അന്തേവാസികളുമായി, അവിടുത്തെ കുട്ടികളുമായി എല്ലാം വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റേഴ്സ് കൂടെയുണ്ട്, അവരെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിയുണ്ട് കൂടെ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ട്, ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇവരെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിന് പുറമെയാണ് ഈ കാണുന്ന ഈ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകളുമായി അദ്ദേഹം സംസാരിക്കുന്നത്, അവരോട് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. ഇനി വിംസ് ആശുപത്രിയിൽ എത്തിയാലും കഴിഞ്ഞ 12 ദിവസമായി ചികിത്സയിൽ കഴിയുന്ന മനുഷ്യരോടാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത്. സർവസ്വവും നഷ്ടപ്പെട്ടവരാണ് അവർ, അവരിൽ നിന്നും കാര്യങ്ങൾ ബോധ്യപ്പെടും. അതിനുശേഷമായിരിക്കും കളക്ടറേറ്റിലേക്ക് എത്തുക. സ്വാഭാവികമായിട്ടും ഈ ദുരന്തത്തിൻ്റെ തീവ്രത, ദുരന്തത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് ഈ ചുരൽമലയിലോ മുണ്ടക്കൈയിലോ പുഞ്ചിരിമട്ടത്തോ ഉള്ള കാഴ്ചകളല്ല. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഴവും നമുക്ക് നേരിട്ട് തൊട്ടറിയാൻ സാധിക്കും ഈ ക്യാമ്പിൽ താമസിക്കുന്ന മനുഷ്യരോട് സംസാരിക്കുമ്പോഴാണ്. അവരാണ് എല്ലാം നഷ്ടപ്പെട്ടവർ, അവരാണ് ഈ ദുരന്തം തീർച്ചയായും വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.